ഏകദേശം 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ ഏറ്റവും ശക്തമായ ജീവികൾ ഡൈനോസറുകളായിരുന്നു. വലുതും ചെറുതുമായ നൂറുകണക്കിന് ഇനങ്ങൾ ഭൂമിയിലും ആകാശത്തും സാഗരങ്ങളിലും എല്ലായിടത്തും ജീവിച്ചിരുന്നു. അവർക്ക് ഭൂമിയിലെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ടായിരുന്നു. ഇന്ന് മനുഷ്യനെപ്പോലെ അവരാണ് അന്ന് ഭൂമി ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് പറയാം. പക്ഷേ ഒരു സംഭവമുണ്ടായി, അത് മുഴുവൻ ലോകത്തെയും മാറ്റിമറിച്ചു. മെക്സിക്കോയിലെ യൂക്കറ്റാൻ ഉപദ്വീപിന്റെ സമീപത്ത് ഏകദേശം 10-12 കിലോമീറ്റർ വീതിയുള്ള ഒരു ആകാശകായം അഥവാ ആസ്റ്ററോയിഡ് അതീവ വേഗത്തിൽ ഭൂമിയിലേക്കെത്തി. അത് ഭൂമിയെ തട്ടിയപ്പോൾ പുറത്തുവന്ന ഊർജ്ജം ബില്യൺ കണക്കിന് ആണവ ബോംബുകൾ ഒരുമിച്ചു പൊട്ടിയതിനേക്കാൾ ശക്തമായിരുന്നു. തകർച്ചയുണ്ടായ സ്ഥലത്തെ ഇന്ന് ശാസ്ത്രജ്ഞർ ചിക്സുലൂപ്പ് ക്രാറ്റർ എന്നാണ് വിളിക്കുന്നത്. ഈ ഇടിയുടെ ആഘാതത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വരെ ഭൂമി കുലുങ്ങി. മലകൾ പോലെ ഉയർന്ന ജലത്തിരമാലകൾ അഥവാ സുനാമി തീരപ്രദേശങ്ങളിൽ പൊങ്ങിപ്പറന്നു. വനങ്ങൾ തീയിൽ മുങ്ങി. ചൂടുള്ള പൊടിയും ചാരവും ആകാശത്തിലേക്ക് ഉയർന്നു. ആകാശം നിറഞ്ഞ പൊടികണങ്ങൾ സൂര്യപ്രകാശം ഭൂമിയിലേക്കെത്തുന്നത് തടഞ്ഞു. താപനില തിടുക്കത്തിൽ കുറഞ്ഞു. ഇതിനെ ശാസ്ത്രജ്ഞർ ആസ്റ്ററോയിഡ് വിന്റർ അല്ലെങ്കിൽ ഗ്ലോബൽ കൂളിംഗ് എന്നു വിളിക്കുന്നു. സസ്യങ്ങൾക്ക് സൂര്യപ്രകാശം ലഭിക്കാതെ ഇലകൾ നഷ്ടപ്പെട്ടു. സസ്യങ്ങളെ ആശ്രയിച്ചിരുന്ന സസ്യഭോജി ഡൈനോസറുകൾ മരിക്കാൻ തുടങ്ങി. അവരെ ആശ്രയിച്ചിരുന്ന മാംസഭോജി ഡൈനോസറുകളും പിന്നീട് ഇല്ലാതായി. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്കുള്ളിൽ ഡൈനോസറുകളുടെ ഭരണം അവസാനിച്ചു. പ്രധാനമായും ചെറിയ ചിറകുള്ള ഡൈനോസറുകളിൽ ചിലർ ഈ കാലാവസ്ഥാ മാറ്റങ്ങളെ തരണം ചെയ്തു. ഇന്നത്തെ പക്ഷികൾ ആ പഴയ തേരോബോർഡ് ഡൈനോസറുകളുടെ വംശാവലിയാണ് എന്നത് ഇന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച സത്യമാണ്. അതായത് ഡൈനോസറുകൾ പൂർണ്ണമായി ഇല്ലാതായിട്ടില്ല. അവർ ഇപ്പോഴും നമ്മുടെ ചുറ്റിലും ജീവിക്കുന്നു. ഡൈനോസറുകളുടെ കാലഘട്ടം അവസാനിച്ചതിനുശേഷം ഭൂമിയിൽ പുതിയ ജീവിവർഗങ്ങൾ ഉയർന്നു. അവയിൽ നിന്നാണ് വളരെ കാലത്തിനുശേഷം മനുഷ്യൻ രൂപപ്പെട്ടത്. ഭൂമിയിലെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിൽക്കാത്ത ഈ മാറ്റമാണ് പ്രകൃതിയുടെ ഏറ്റവും വലിയ നിയമം.